എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ 7 ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഊർജം പ്രവഹിക്കുന്ന കേന്ദ്രങ്ങളാണ്. ചക്ര എന്നത് ഒരു സംസ്കൃത പദമാണ്. ഈ ചക്രങ്ങൾ തുറക്കുക എന്നത് അതിതീവ്രമായ ഒരു അനുഭവമാണ്. ഒരിക്കൽ നിങ്ങൾ ഈ ചക്രങ്ങൾ തുറക്കുന്ന പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വയം നിർത്താൻ സാധിക്കില്ല. 7 ചക്രങ്ങളും തുറന്നതിന് ശേഷം മാത്രമേ ഈ പ്രക്രിയ സ്വയം നിൽക്കുകയുള്ളൂ. നമ്മുടെ ഈ 7 ചക്രങ്ങളിലും തടഞ്ഞു നിൽക്കുന്ന ഊർജം പലപ്പോഴും നമ്മളെ അസുഖത്തിലേക്കും ശാരീരിക മാനസിക അസ്വസ്ഥതകളിലേക്കും നയിച്ചേക്കാം. അതിനാൽ നമ്മുടെ ചക്ര സംവിധാനത്തെ മനസ്സിലാക്കുകയും ഈ ഊർജ പ്രവാഹത്തെ തടസ്സപ്പെടാതിരിക്കാൻ ഇവ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. പലരും കഠിനമായി പരിശ്രമിച്ചിട്ടും കാര്യമായ ആത്മീയ പുരോഗതി ഉണ്ടാവാത്തതിന്റെ കാരണം ഈ ചക്രങ്ങളിലെ ബ്ലോക്കുകളാണ്. ഇവ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. നമ്മളുടെ കർമ്മങ്ങളും പ്രവർത്തികളും പൂർവജന്മാർജിതമായ കർമ്മവ്യാധികളും കർമ്മദോഷങ്ങളും നമ്മുടെ തന്നെ ശാരീരികവും മാനസികവുമായ പല വൈകല്യങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയങ്ങളിൽ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ ചക്രങ്ങളിലെ ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെ മാറ്റാം, ചക്രങ്ങൾ തുറക്കാനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഇതിലൂടെ ആത്മീയ പുരോഗതി വേഗത്തിൽ നേടാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏതൊരു വ്യക്തിയിലും ഈ ചക്രങ്ങൾ തുറക്കുന്നതിന് മുമ്പ് 3 മാനസികമായ കെട്ടുകൾ അഴിയേണ്ടതായിട്ടുണ്ട്. വെള്ളമൊഴുകുന്ന ഒരു ഹോസിന്റെ 3 ഭാഗത്തായി കയറിട്ട് മുറുക്കി 3 കെട്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേ അവസ്ഥയാണ് ഇവിടെയും. ലളിത സഹസ്രനാമം നല്ലൊരു ചക്ര ആക്ടിവേഷൻ ടെക്സ്റ്റാണ്. വിധി പ്രകാരം ലളിത സഹസ്രനാമം ജപിക്കുന്നവർക്ക് ഈ മാനസികമായ കെട്ട് അഴിയുകയും ആധാര ചക്രങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോവുകയും ചെയ്യുന്നത്. 38, 39 ശ്ലോകങ്ങളിൽ ഈ 3 മാനസിക കെട്ടുകൾ അഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മഗ്രന്ഥി എന്നത് താഴത്തെ 2 ചക്രങ്ങളായ മൂലാധാരത്തിനെയും സ്വാധിഷ്ഠാന ചക്രത്തിനെയും ബന്ധിച്ചിരിക്കുന്ന കെട്ടാണ്. വിഷ്ണുഗ്രന്ഥി മണിപൂരക ചക്രത്തിനെയും അനാഹത ചക്രത്തിനെയും ബന്ധിച്ചിരിക്കുന്നു. 3ാമത്തെ രുദ്രഗ്രന്ഥി വിശുദ്ധ ചക്രത്തിനെയും ആജ്ഞാ ചക്രത്തിനെയും ബന്ധിച്ചിരിക്കുന്ന കെട്ടാണ്. ആദ്യത്തെ കെട്ടായ ബ്രഹ്മഗ്രന്ഥി തുറന്നു കഴിയുമ്പോൾ അത് വീണ്ടും അടയുന്നതിന് മുമ്പായി 3 ദിവസത്തേക്ക് തുറന്നിരിക്കും. അത് ശാശ്വതമായി തുറക്കുന്നത് വരെ നിങ്ങൾ സാധന ചെയ്യേണ്ടതുണ്ട്. ഈ ബ്രഹ്മഗ്രന്ഥി സെക്സ് ചക്രങ്ങൾക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് എതിർ ലിംഗത്തിൽപ്പെട്ടവർ നിങ്ങളിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടും. ജീവിതം വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ തുടങ്ങുന്നതിനാൽ ആ ശാന്തത നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ പല സ്ഥലത്തു നിന്നും കിട്ടിത്തുടങ്ങും. സ്വന്തം അസ്തിത്വത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. പൂർണ്ണമായുമല്ല, എന്നാൽ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നിത്തുടങ്ങും. 2ാമത്തെ കെട്ടായ വിഷ്ണു ഗ്രന്ഥി തുറക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിനെ തിരിച്ചറിയാൻ തുടങ്ങും. എല്ലാ ജീവജാലങ്ങളോടും കരുണയും ദയയും ഉണ്ടാകും. നിങ്ങൾ ഈ മുഴുവൻ പ്രപഞ്ചവുമായും പ്രണയത്തിലാവുന്ന സന്ദർഭമാണിത്. ഈ സമയം നിങ്ങൾ ബോധവാനാണെങ്കിൽ നിങ്ങൾക്ക് രോഗശാന്തി ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രഭാവലയം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു. നിങ്ങൾക്ക് ചുറ്റും നിശബ്ദതയും സമാധാനവും അനുഭവപ്പെടുന്നു. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. സ്വന്തം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അനുഭവം ഉറക്കത്തിലും ബോധത്തിലും ഉണ്ടായേക്കാം. 3ാമത്തെ കെട്ടായ രുദ്രഗ്രന്ഥി തുറക്കുമ്പോൾ നിങ്ങളുടെ ദ്വിത്വമില്ലാത്ത, രണ്ടില്ലാത്ത സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുന്നു.
ആദ്യമായി നിങ്ങൾക്ക് ഈ ദ്വൈതതയ്ക്കപ്പുറം കാണാനായി സാധിക്കും. കൂടാതെ ജീവിതത്തെ മറ്റൊരു തലത്തിൽ കാണാനുള്ള നിങ്ങളുടെ കഴിവും തുറക്കപ്പെടുന്നു. നിങ്ങൾ ഒരേ വ്യക്തിയല്ല. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ആത്മീയമായി മാറിയിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ലഭിക്കും. നിങ്ങൾക്ക് ഉപബോധ മനസ്സിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തികഞ്ഞ വ്യക്തത ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിത ദൗത്യം എന്താണെന്ന് ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടക്കമുള്ള ഇന്ദ്രിയങ്ങളുടെ ശേഷി 10 മടങ്ങായി വർദ്ധിച്ചതായി നിങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാവ് അനശ്വരമാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നിങ്ങൾ മരണത്തെ, ശരീരം, മനസ്സ്, ഈഗോ എന്നിവയുടെ മരണത്തെ അനുഭവിക്കുന്നു. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കണ്ടുമുട്ടുന്നു. ആണും പെണ്ണും ഈ രണ്ടും അലിഞ്ഞുപോയി. അവശേഷിക്കുന്നത് അവബോധമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ശിവന്റെ അർദ്ധനാരീശ്വര രൂപം കാണുന്നു, മനസ്സിലാക്കുന്നു. ഇതിനു മുകളിലെ 7ാമത്തെ ചക്രം തുറക്കുമ്പോൾ നിങ്ങൾ പ്രബുദ്ധരാകുന്നു. നിങ്ങൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തനാണ്. ഇനി എങ്ങനെയാണ് ഈ ചക്രങ്ങളിലെ ബ്ലോക്കുകൾ മാറ്റപ്പെടുന്നതും അവ തുറക്കപ്പെടുന്നതുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങൾ കുണ്ടലിനി യോഗ പോലുള്ള പരിശീലനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ അറിവുകളൊക്കെ നിങ്ങളുടെ പരിശീലന ബലം മെച്ചപ്പെടുത്താനായി ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തവർ ഇതിനെ ഒരു അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക. ഒരു ഗുരുവോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ സ്വയം ചെയ്തു നോക്കുന്നത് അപകടത്തിന് ഇടയാക്കും. ഏറ്റവും താഴത്തെ മൂലാധാര ചക്രം ഏതൊരു വ്യക്തിയുടെയും അതിജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ്. ശക്തമായ മൂലാധാര ചക്രമുള്ള വ്യക്തികൾ ഏത് പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടാൻ കഴിവുള്ളവരായിരിക്കും. ഈ ചക്രം തുറക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഒരു വ്യക്തിയിലെ ഭയം എന്ന വികാരമാണ്. 2ാമത്തെ ചക്രമായ സ്വാധിഷ്ഠാന ചക്രം ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ അളവാണ്. ഈ ചക്രം തുറക്കാൻ തടസ്സമായി നിൽക്കുന്നത് വ്യക്തിയുടെ കുറ്റബോധം എന്ന മാനസിക വികാരമാണ്. 3ാമത്തെ ചക്രമായ മണിപൂരക ചക്രം ഏതൊരു വ്യക്തിയുടെയും വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ പ്രഭവ കേന്ദ്രമാണ്. മണിപൂരക ചക്രം തുറക്കാൻ തടസ്സമായി നിൽക്കുന്നത് വ്യക്തിയുടെ ലജ്ജ എന്ന വികാരമാണ്. താൻ മോശക്കാരനാണ് അല്ലെങ്കിൽ തന്നെ കൊണ്ട് കഴിയില്ല എന്ന ചിന്തയിൽ നിന്നാണ് ലജ്ജ എന്ന വികാരം ഉണ്ടാകുന്നത്. 4ാമത്തെ ഹൃദയചക്രം നിരുപാധികമായ സ്നേഹം, കരുണ, ദയ എന്നിവയുടെയൊക്കെ കേന്ദ്രമാണ്. ഈ ചക്രം തുറക്കാൻ തടസ്സമുണ്ടാക്കുന്നത് വ്യക്തിയുടെ അഗാധമായ ദുഃഖസ്മരണകളാണ്. ഭൂതകാലങ്ങളിലുണ്ടായ ദുഃഖങ്ങളുടെ ഓർമ്മകൾ ഈ ചക്രത്തിനെ തടസ്സപ്പെടുത്തും. 5ാമത്തെ ചക്രമായ തൊണ്ടയിലെ വിശുദ്ധി ചക്രം പ്രപഞ്ച നിയമമായ സത്യവുമായി ബന്ധപ്പെട്ടതാണ്. അസത്യം, നുണ പറയുക എന്നിവയൊക്കെ ഈ ചക്രം തുറക്കാൻ തടസ്സമുണ്ടാക്കും. 6ാമത്തെ ചക്രമായ നെറ്റിയിലെ ആജ്ഞാചക്രം ഒരു വ്യക്തിയുടെ ഉൾക്കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. തെറ്റായ ധാരണകളും മുൻവിധികളുമൊക്കെ ഈ ചക്രം തുറക്കുന്നതിന് തടസ്സമുണ്ടാക്കും. 7ാമത്തെ ചക്രമായ തലയ്ക്ക് മുകളിലെ സഹസ്രാര ചക്രം പ്രപഞ്ച ശക്തി, പ്രപഞ്ച ബോധം, പ്രപഞ്ച മനസ്സ്, യൂണിവേഴ്സൽ ഫോഴ്സ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ചക്രമാണ്. ഈ ചക്രത്തിനെ തടസ്സപ്പെടുത്തുന്നത് ഒരു വ്യക്തിയുടെ ഭൗതിക ആസക്തികളും അറ്റാച്ച്മെന്റുകളുമാണ്. ഓരോ ചക്രത്തിനും തടസ്സമുണ്ടാക്കുന്ന വികാരങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ചക്രങ്ങൾ തുറക്കാൻ സാധിക്കും. അതോടൊപ്പം ഓരോ ചക്രത്തിന്റെയും ബീജമന്ത്രങ്ങളും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് 9 അല്ലെങ്കിൽ 11 തവണ വീതം ഓരോ ചക്രത്തിനും പറഞ്ഞിട്ടുള്ള ബീജമന്ത്രം ജപിക്കുകയും അതാത് ചക്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചക്രത്തിന്റെയും മന്ത്രത്തിന്റെയും സ്പന്ദനങ്ങൾ അനുഭവിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ചക്രം ശക്തവും സന്തുലിതവും പൂർണ്ണമായി തുറക്കുകയും ചെയ്യും. 21 ദിവസമെങ്കിലും തുടർച്ചയായി പരിശീലിക്കേണ്ടതാണ്. വ്യത്യാസം തിരിച്ചറിയാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.